എന്നോട് പറഞ്ഞ ഏതാണ്ടൊക്കെ കാണിക്കാനുണ്ടെന്ന്. ഞാനിവിടെ വന്നിരുന്നു ഒരു പൊട്ടൊക്കെ കുത്തി ചാർത്തി. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കില്ല, അതുകൊണ്ടാണ് ഞാനത് കാണിക്കാന്ന് വിചാരിച്ചത്. ഈ മദ്രാസ് ചെക്ക് എന്ന് പറയുമ്പോ എനിക്ക് ഭയങ്കര ചിരി വരും. ഒറിജിനൽ മദ്രാസ് ചെക്കിന്റെ കളറാണ് ഉള്ളൊരു ചോദ്യം, സ്വാഭാവികമായ ചോദ്യ. അച്ഛനും അമ്മയ്ക്കും എടുക്കണില്ലെന്ന്. മേടിച്ചോണ്ട് വന്ന ഒരു വെള്ളിക്കര കശുവ് 1.5 കൊല്ലം കണ്ടു കഴിഞ്ഞാൽ അത് എനിക്ക് തോന്നുന്നത്. എനിക്ക് മാറി മാറി ഇട്ട് നടക്കണ ഇഷ്ടം. പക്ഷെ ഞാൻ ഇതാ മെറ്റീരിയൽ അല്ലേ, ചരടുമാല നല്ലതായിരിക്കും. അതാ പറഞ്ഞേ. ഞാൻ കമന്റിൽ കാണാൻ ചിലര് ചോദിക്കുവേ ഇത്ര എടുത്തു എന്നൊക്കെ പറയുമ്പോ ചോദിക്കാറുണ്ട് അത്ര ആവശ്യമുണ്ടോന്ന്. അത് അമ്മയ്ക്ക് വളരെ ഇഷ്ടപ്പെടും. അതും എടുത്തിക്കോ, ഫുൾ എടുത്തിക്കോ. എന്തായാലും ഫുൾ എടുത്തി പടം എടുക്കണം. ഇത് മെറ്റീരിയൽ കണ്ടപ്പോ അത്ര ഭംഗിയില്ലായിരുന്നു, പക്ഷെ തയ്ച്ചപ്പോ നന്നായിട്ടുണ്ട്. എനിക്ക് ഇത്രയും തിളക്കമുള്ളൊന്നും വേണ്ട. സിറ്റ് സിറ്റ് ഉണ്ടല്ലോ. എനിക്ക് കണ്ണു പിടിക്കൂലേ ഇപ്പതേ. എന്ത് പെർഫെക്റ്റ് കിട്ടിയത്. കിട്ടി 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 കിട്ടി. ഇത് പക്ഷെ ഏതിനു വേണ്ടിയാണിത്? കയ്യിലെ ലേസ് തന്നെ അടിയിലും വെച്ചേക്കണം. ഞാനല്ല ഇങ്ങനെ ഇരിക്കണേ. അത് ശരി, അമ്മ എന്നെ ഇങ്ങനെ ഇരിക്കണേന്ന് അമ്മയ്ക്ക് അറിയാമല്ലേ? ഇല്ല. എന്നാ എനിക്കറിയാം എന്തിനാ ഇരിക്കണേന്ന്. പറഞ്ഞോ എന്നാ എന്നോട് പറഞ്ഞ ഏതാണ്ടൊക്കെ കാണിക്കാനുണ്ടെന്ന്. ഞാനിവിടെ വന്നിരുന്നു ഒരു പൊട്ടൊക്കെ കുത്തി ചാർത്തി മാലയെ മാറിയിട്ടിട്ടുണ്ട്. വർത്താനം പറയാൻ പിന്നെ ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് പിന്നെ അതിൽ കുഴപ്പമില്ല. അപ്പൊ എന്നാന്ന് സ്റ്റാർട്ട് ചെയ്തോ? അപ്പൊ ഓണം പ്രമാണിച്ച് ഓണത്തിനോടൊക്കെ അനുബന്ധിച്ച് നമ്മള് കുറച്ച് ദിവസം മുന്നേ 2 ഡ്രസ് മെറ്റീരിയൽ ഒക്കെ എടുത്തത് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. രണ്ടല്ലോ, ആദ്യം 2 എടുത്തത്. അപ്പൊ അത് തയ്ച്ച് കിട്ടി കഴിഞ്ഞിട്ടും കാണിക്കാന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ നോക്കിയപ്പോ തയ്ച്ച് കിട്ടിയപ്പോ അത് നല്ല ഭംഗിയുണ്ട്. എന്നാ അത് നിങ്ങളെ ഒന്ന് കാണിക്കാന്ന് കരുതി. പുള്ളിയുടെ സ്റ്റിച്ചിങ് നല്ല ഉഗ്രന. എന്തായാലും അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കില്ല, അതുകൊണ്ടാണ് ഞാനത് കാണിക്കാന്ന് വിചാരിച്ചത്. പിന്നെ ഓണമൊക്കെ പ്രമാണിച്ച് ഇങ്ങനത്തെ ഇതൊക്കെ കാണുമ്പോ എല്ലാവർക്കും ഒരു സന്തോഷല്ലേ. അതിനുശേഷം ഒരു മദ്രാസ് ചെക്കും കൂടെ തയ്ക്കാൻ കൊടുത്തായിരുന്നു കേട്ടോ മെറ്റീരിയല്. പക്ഷെ അത് കിട്ടിയിട്ടില്ല, കാരണം അത് കഴിഞ്ഞിട്ടല്ലേ കിട്ടി. ഈ മദ്രാസ് ചെക്ക് എന്ന് പറയുമ്പോ എനിക്ക് ഭയങ്കര ചിരി വരും. കളർഫുള്ള ഏരിയ കളർഫുൾ അല്ല അങ്ങനെ പറയണേ. മദ്രാസ് ചെക്ക് അതെങ്ങനെയാണ് അത് വൈറലായെന്ന് ഒരു പിടിയില്ല. മദ്രാസ് മെയിൽ എന്ന് പറയും പോലെ ഇപ്പൊ മദ്രാസ് മെയിൽ അല്ല, ചെന്നൈ മെയിൽ അല്ലേ. അപ്പൊ ആ ഒരു പാറ്റേൺ എങ്ങനെയാണ് ട്രെൻഡിൽ വന്നതെന്ന് ഒരു പിടിയില്ല. ആ സാധനം ഭയങ്കര ട്രെൻഡായി. പക്ഷെ നീ മേടിച്ച അതില്ലേ നല്ല കളർഫുൾ ഒറിജിനൽ മദ്രാസ് ചെക്കിന്റെ കളറാണ്. എനിക്ക് അതിന് വലിയ ഐഡിയ ഇല്ലെങ്കിലും എല്ലാ കളറും കൂടെ ഉൾക്കൊണ്ടത് കൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞതാട്ടോ. അപ്പൊ അത് പാന്റാ ഞാൻ തയ്ക്കാൻ കൊടുത്തേക്കുന്നത്. അത് കിട്ടിയിട്ടില്ല. പക്ഷെ അത് കിട്ടി കഴിയുമ്പോ അതും കൂടെ ഈ വീഡിയോയുടെ കൂടെ ആഡ് ചെയ്തിട്ടായിരിക്കും നമ്മള് ഈ വീഡിയോ പബ്ലിഷ് ചെയ്യാട്ടോ. അപ്പൊ അതല്ല അതിന്റെ രസം. അതെ. അപ്പൊ ഇപ്പൊ ഉള്ളത് നമുക്ക് കാണിക്കാം. അപ്പൊ നമുക്ക് പിന്നെ എല്ലാവരും ഇത് കാണിക്കും ഡ്രസ്സുകൾ കൊണ്ടുവരികയും ചെയ്യുമ്പോ എല്ലാവർക്കും ഉള്ളൊരു ചോദ്യം, സ്വാഭാവികമായ ചോദ്യ, അച്ഛനും അമ്മയ്ക്കും എടുക്കണില്ലെന്ന്. എല്ലാരും ഇല്ല കേട്ടോ, കുറച്ചു പേരൊക്കെ ചോദിക്കാറുള്ളത്. അച്ഛനും അമ്മയ്ക്കും ഓണം, വിഷു, ക്രിസ്മസും ഒന്നും പ്രമാണിച്ചല്ല എടുക്കണത്. അച്ഛനും അമ്മയ്ക്കും ഡ്രസ്സ് വേണ്ട സമയത്ത് നമ്മൾ പോകുമ്പോൾ നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ എടുക്കാറുണ്ട്. 1. 2, അച്ഛന് അധികം ഡ്രസ്സ് എടുക്കണതിനോട് തീരെ താല്പര്യമില്ല. ഒരു ഇവിടെ മേടിച്ചോണ്ട് വന്ന ഒരു വെള്ളിക്കര കശുവ് 1.5 കൊല്ലം കണ്ടു കഴിഞ്ഞാൽ ആദ്യമായിട്ട് മേടിച്ചതാ. എന്നിട്ട് അത് കീർണേന് മുമ്പെങ്കിലൊന്നും ഉടുത്ത് കാണണം. പിന്നെ 2 കൊല്ലം കൂടി 1.5 കൊല്ലം ഏതാണ്ട് കഴിഞ്ഞിട്ടാന്ന് തോന്നുന്നു. പിന്നെ ഞാനതങ്ങ് കഴുകി തേപ്പിച്ച് കഴിഞ്ഞപ്പോ പിന്നെ അത് ഉടുത്തു തുടങ്ങി കേട്ടോ. അതവിടെ ഇരിക്കട്ടെ എന്ന് എപ്പോഴും പറയും. 1. 2, എന്തിനാ ഇങ്ങനെ ഒരുപാട് മേടിച്ചു? അപ്പൊ ഞാൻ പറയും ജോലിയിൽ ഇല്ലെങ്കിലും ഇങ്ങനെ പോകുമ്പോ മാറി മാറി ഇട്ടുകൊണ്ട് നടക്കാൻ മേലെന്ന് ഞാൻ ചോദിക്കാറുണ്ട്. എനിക്ക് അങ്ങനെയാ, എനിക്ക് മാറി മാറി ഇട്ട് നടക്കണ ഇഷ്ടം. പക്ഷെ ഞാൻ കോസ്റ്റ്ലി അധികം ഒന്നും ഉപയോഗിക്കാറില്ല. പിന്നെ എന്തെങ്കിലും നമുക്ക് അത്യാവശ്യപ്പെട്ട വേണ്ടവരുടെ കല്യാണങ്ങളോ ആവശ്യങ്ങളോ അങ്ങനെയുള്ളത് വരുമ്പോൾ നമ്മൾ ഡ്രസ്സ് നിർബന്ധമായിട്ടും വേണ്ടപ്പെട്ടവരുടെ എടുക്കാറുണ്ട്. ചിലർ വേണ്ടപ്പെട്ടവരാണെങ്കിൽ നമുക്ക് എടുത്തു തരാറുണ്ട്. അപ്പൊ അങ്ങനെ ഞങ്ങൾ എടുക്കാറുണ്ട് സ്വന്തം. പിന്നെ പിന്നെ ഇവളാണെങ്കിലും റോഡുകളിലൊക്കെ ഇങ്ങനെ നടക്കണമല്ലോ, ജോലിക്ക് പോണോണ്ട് നല്ല ഭംഗിയിലുള്ള സാരികളോ അല്ലെങ്കിൽ ഷർട്ടിന്റെ മെറ്റീരിയലോ ഒക്കെ കണ്ട ഇവള് വാങ്ങിച്ചുകൊണ്ട് വരാറുണ്ട്. അതുകൂടാതെ ഞങ്ങൾ ആവശ്യമുള്ളത് മേടിക്കും. അല്ലാണ്ട് ഇപ്പൊ ഇവരെ സംബന്ധിച്ച്, പിള്ളേരെ സംബന്ധിച്ച് അവർ ജോലിക്ക് പോകണം, അവർ ഓണം ക്രിസ്മസ് ഇതൊക്കെ വരുമ്പോൾ അവർക്ക് ചടങ്ങുകൾ ഉണ്ടാവൂല്ലോ ഓഫീസിലൊക്കെ. ഇപ്പൊ എല്ലാവർക്കും അത് മാത്രല്ല ആ ഒരു സീസണിൽ കണ്ടന്റ് ക്രിയേറ്റർ ആവുന്നതും കൊണ്ട് തന്നെ നല്ല എക്സ്പെൻസീവ് ആണ്. അപ്പൊ എല്ലാം കൂടെ നമുക്ക് അങ്ങനെ ഒരുമിച്ച് ചെയ്യാൻ പറ്റില്ല. ഓരോ ഒക്കേഷൻ അനുസരിച്ചിട്ട് നമുക്ക് പ്രയോറിറ്റി ഫിക്സ് ചെയ്യും. അതനുസരിച്ച് നമുക്ക് ഓരോന്ന് വാങ്ങിക്കാൻ പറ്റുള്ളൂ. എല്ലാ സാധനവും നമുക്ക് ഇപ്പൊ ഓണത്തിന് മേടിക്കുന്നത് വിചാരിച്ചു കഴിഞ്ഞാൽ അത് നടക്കൂല. അപ്പൊ അത് പ്രയോറിറ്റി അനുസരിച്ചിട്ടാണ് ഓരോ സാധനങ്ങൾ ഞാൻ പ്രത്യേകിച്ച് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആവുമ്പോൾ അവർക്ക് ഓണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ വീഡിയോയിലൊക്കെ കാണിക്കാനും വാങ്ങിക്കാനും ഒക്കെ ആയിട്ട് പല ചെലവുകളും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട്
അറ്റ് എ ടൈം നമുക്ക് ഒത്തിരി എക്സ്പെൻസ് അങ്ങനെ സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് അതനുസരിച്ചിട്ടായിരിക്കും മേടിക്കുക. ഇപ്പോൾ മേടിക്കാതിരിക്കുന്ന കാര്യങ്ങൾ കുറച്ച് ഒരു 2 മാസമൊക്കെ കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മൾ മേടിക്കും. അങ്ങനെയാണ് നമ്മൾ എപ്പോഴും പ്ലാൻ ചെയ്യുന്നത്. അല്ലാതെ നമുക്ക് ഓണം വരുമ്പോൾ എല്ലാം ഒരുമിച്ച് മേടിക്കണം എന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ അത് പോസിബിൾ ആവില്ല. അത് ജോലി ചെയ്ത് നമ്മൾ സമ്പാദിക്കുന്ന ഒരാളാവുമ്പോൾ അതിനെപ്പറ്റി നമുക്ക് പ്രത്യേകമായിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ അറിയാൻ പറ്റും എത്രത്തോളം പൈസയുടെ ആ ഒരു ഷോർട്ടേജ് നമുക്ക് സീസണൽ ആയിട്ടുള്ള ടൈം വരും എന്നുള്ളതിനെ പറ്റിയിട്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പം മേടിക്കാത്ത കാര്യങ്ങൾ നമ്മൾ ചിലപ്പോൾ 2 മാസം 3 മാസം കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ പ്ലാൻ ചെയ്ത് ചെയ്യാം. എല്ലാം നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ പോസിബിൾ അല്ലല്ലോ. ഇപ്പൊ നമുക്കെന്നാ തയ്ച്ച് കിട്ടിയത് നിങ്ങളെ കാണിക്കാം. അതെ 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 അതെ. എടുക്കട്ടെ? എടുത്തോ. അധികമൊന്നുമില്ല, കൊറിയർ വന്നതും ഉണ്ട് അതിന്റെ കൂടെ. അതും എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാൻ അതിന്റെ കൂടെ അങ്ങ് വെച്ചതാ. അത് സ്റ്റിച്ച് ചെയ്ത ചേട്ടന്റെ കവറിന്റെ കണ്ടാ എനിക്കറിയാം. ഇതാ മെറ്റീരിയൽ അല്ലേ? അതെ അതെ. വെള്ളി വെള്ളി വെള്ളി. ഞാനൊന്ന് വിടുത്തിയത് ഇട്ട് നോക്കിയായിരുന്നു. അതാ ഇച്ചിരി ഒന്ന് ചുളുങ്ങിയിരിക്കണേ. അത് ഓൾട്ടർ ചെയ്യാനുണ്ടോന്ന് അറിയാൻ വേണ്ടിട്ട്. നല്ല ഭംഗിയായിട്ടുണ്ട്. അത് വിടുത്തിക്കോ. വിടുത്തിയാലേ അതിന്റെ ഭംഗി അറിയാൻ പറ്റുള്ളൂ. ഫുള്ള് വിടുത്തിക്കോ. എന്തായാലും അത് വിടുത്തി ഫോട്ടോ എടുക്കാനുണ്ട്. കണ്ടോ? ഈ മോഡൽ തന്നെ കഴിഞ്ഞ പോലെ തയ്ച്ചിട്ടുണ്ടല്ലോ. അത് പക്ഷേ ഈ കളർ അതല്ല ഞാൻ പറഞ്ഞ വെള്ളിയും കറുപ്പും കൂടെ ആയിട്ടുള്ള. അതെ 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 അതെ. നല്ല ഭംഗിയായിട്ടുണ്ട്. ഇത് ഫുള്ള് സിൽവർ പാറ്റേൺ വരുന്ന. ബ്ലാക്ക് ഇല്ല ഇതിന്. ബ്ലാക്ക് ഇല്ല അതിന്. പക്ഷെ ഇതിന്റെ മെറ്റീരിയൽ കാണിച്ചതാ. ഇതിന്റെ കൂടെ ആക്സസറീസ് ബ്ലാക്ക് ഇടാന്ന് ഓർത്തിട്ടാ. ചരടുമാല നല്ലതായിരിക്കും. അതാ പറഞ്ഞേ. അത് ഇതിന്റെ കൂടെ ഇടാനായിട്ടാ ചരടുമാല. ഇതിന്റെ കണ്ടോ ഫുൾ സിൽവർ. അടിയിൽ ഏതാ അടി ഇടണേ? അടിയില് മദ്രാസ് ചെക്കിന്റെ പാന്റ് അല്ലെങ്കിൽ ബ്ലാക്ക് ലെഗിങ്സ് ഇടാം. അല്ല മദ്രാസ് ചെക്ക് ഇപ്പൊ ട്രെൻഡ് അല്ലേ, അതുകൊണ്ട് ആ പാന്റ് കളർഫുൾ അത് ട്രെൻഡ് ആയതുകൊണ്ട് അത് കിട്ടി കഴിയുമ്പോ അല്ലെങ്കിൽ ബ്ലാക്ക് ഏതാന്ന് വെച്ചാൽ അത് ഇടാം. നല്ല രസമുണ്ട്. ഇത് തയ്ച്ചു കഴിഞ്ഞപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. അല്ല സ്റ്റിച്ചിങ് ഇതിന്റെ മെറ്റീരിയൽ വെറും മീറ്റർ 160 രൂപയുള്ളൂ കേട്ടോ. ചീമാട്ടിയാണോ? എന്നോട് പറഞ്ഞു. ഞാൻ 5 മീറ്റർ എടുത്തു. അത് വേണ്ടി വരും. ചിലര് ഞാൻ കമന്റിൽ കാണാം, ചിലര് ചോദിക്കുവേ ഇത്ര എടുത്തു എന്നൊക്കെ പറയുമ്പോ ചോദിക്കാറുണ്ട് അത്ര ആവശ്യമുണ്ടോന്ന്. കാരണം ഇത്രയും ഇതായിട്ടിട്ട് ഇങ്ങനെ തയ്ക്കുമ്പോ അത് വേണ്ടി വരും. അത് സ്റ്റിച്ചിങ്ങിന്റെ ആളോട് ചോദിച്ചാ വിളത് മെറ്റീരിയൽ എടുക്കാറ്. അത് ഓരോ പാറ്റേണിനനുസരിച്ച് ഇത് നല്ല അംബർലാ കട്ടിങ് ഇതുപോലെയല്ലേ, ഞങ്ങളുടെയൊക്കെ ഭാഷയിൽ അംബർലാ കട്ടിങ് എന്നാ ഇത് പറയണത്. അപ്പൊ അങ്ങനെ തയ്ക്കുമ്പോ അത് വേണ്ടി വരും കേട്ടോ. പിന്നെ 3/4 ആണോ കയ്യ? 3/4. അതെ, എന്തായാലും നല്ല സൂപ്പർ ആയിട്ടുണ്ട്. ഇത് ഇട്ട് കഴിയുമ്പോ കാണാം, കഴുത്ത് കാണാൻ മേല. അതെ, ഇതാണ് സംഭവം. ഇട്ട് കഴിഞ്ഞിട്ടുള്ള പടം പറ്റുമെങ്കിൽ ഇതിന്റെ കൂടെ ഞാൻ ആഡ് ചെയ്യാം കേട്ടോ. ഇതൊന്ന് അയൺ ചെയ്യാനുണ്ട് പക്ഷെ അല്ലേ? ഇത് ചെയ്യണം. അയൺ ചെയ്യുമല്ല, പാന്റ് തയ്ച്ച് കിട്ടണം. പാന്റും തയ്ച്ച് കിട്ടണം, അയണും ചെയ്യാനുണ്ട്. പാന്റ് വേണമെങ്കിൽ നമുക്ക് തൽക്കാലം ഇതിന്റെ കൂടെ അല്ല മറ്റേത് തയ്ച്ച് കിട്ടുവാണെങ്കിൽ അതിന്റെ കൂടെ മതിയല്ലോ. ധൃതി വെക്കാനില്ല, സമയം ഉണ്ടല്ലോ ഇനി. അത് അമ്മയ്ക്ക് വളരെ ഇഷ്ടപ്പെടും. അതും എടുത്തിക്കോ. ഇത് ഈ കഴുത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടു. കഴുത്തിന് ഞാൻ അധികം ഇമ്പോർട്ടൻസ് അതിൽ കൊടുത്തില്ല, സിമ്പിൾ ആയിട്ട് ഇരിക്കട്ടെ എന്ന് കരുതി. കാരണം ജ്വല്ലറി ഇടുമ്പോ കുറച്ച് ഹെവി ആയിരിക്കും, അപ്പൊ കഴുത്തിന് വലിയ ഇമ്പോർട്ടൻസ് അതിൽ വരുന്നില്ല. ഫുൾ എടുത്തിക്കോ. എന്തായാലും ഫുൾ എടുത്തി പടം എടുക്കണം. നല്ല ഭംഗിയാ. ഇത് ഇട്ട് കഴിയുമ്പോ നല്ല ഭംഗിയാ കേട്ടോ. എനിക്കിതുണ്ടല്ലേ? സ്ലിറ്റ് ഇട്ടിട്ടാ ഇത് തയ്പ്പിച്ചിരിക്കും. സ്ലിറ്റ് വേണം, അല്ലെങ്കിൽ തട്ടും, ഏലൈനായി പോകും. ഇതിന്റെ കൂടെ ആ റെഡ് ഷോള് നല്ലതാ, നല്ല ഭംഗിയായിരിക്കും. താഴെയോ? താഴെ ഉള്ളത് ഞാൻ മേടിച്ചിട്ടുണ്ട്, കാണിക്കാം കൊറിയറിൽ. ഇത് അമ്മയ്ക്ക് ഇഷ്ടമായി. ഇതാണോ മറ്റേതാണോ ഇഷ്ടമായി? മറ്റതും നല്ലതാ, രണ്ടും നല്ലതാ. ഇത് മെറ്റീരിയൽ കണ്ടപ്പോ അത്ര ഭംഗിയില്ലായിരുന്നു, പക്ഷെ തയ്ച്ചപ്പോ നന്നായിട്ടുണ്ട്, നല്ല ഭംഗിയായി. ഇതിന്റെ ബ്രൊക്കേഡ് അങ്ങനെ കണ്ണി കുത്തുന്ന ബ്രൊക്കേഡ് ശരിയല്ല, പക്ഷെ മെറ്റീരിയൽ കാണുമ്പോ കണ്ണി കുത്തുവായിരുന്നു. എനിക്ക് അങ്ങനെ തോന്നിയില്ലായിരുന്നു. അത് അമ്മയ്ക്ക് ആ ഷോളിന്റെ ചിന്തയായിരിക്കും ചിലപ്പോ. അതായിരിക്കും ചിലപ്പോ. ഇത് ഇടുമ്പോഴും അങ്ങനെ കുത്തിക്കൊള്ളലോ ഒന്നുമില്ല കേട്ടോ. കൈക്ക് ഞാൻ ലൈനിങ് ഇട്ടിട്ടില്ല, പക്ഷെ എന്നിട്ടും അത് ഇടുമ്പോഴും കുത്തിക്കൊള്ളലൊന്നുമില്ല. ഭയങ്കര സുഖം മീൻസ് കംഫർട്ടബിൾ ആണ്. കണ്ടോ, അതിന് കുത്തിക്കൊള്ളലില്ല. അമ്മയ്ക്ക് അങ്ങനെ തോന്നുന്നു. അമ്മയ്ക്ക് ബ്ലൗസിനൊക്കെ ഇടാൻ നല്ലതാ ഇങ്ങനത്തെ ബ്രൊക്കേഡ്. എനിക്ക് ഇത്രയും തിളക്കമുള്ളതൊന്നും വേണ്ട. എനിക്ക് ആ ബ്രൊക്കേഡ് ബ്ലൗസ് ഇഷ്ടം പോലെ ഉണ്ട്. വൈറ്റില് ബ്ലാക്കില് വൈറ്റ്, ബ്ലാക്കില് സിൽവർ ഒക്കെ ആയിട്ടുള്ളത്. അല്ല ബ്ലാക്കില് സിൽവർ, ബ്ലാക്കില് ഗോൾഡ്. അങ്ങനെ 2 തയ്ച്ച് കിട്ടിയത് കാണിച്ചു. ഇനി കൊറിയറാണോ? ഇനി കൊറിയർ വന്നതാ. അത് അതിന്റെ ആയിരിക്കും അല്ലേ? അതിന്റെ ബോട്ടം മനസ്സിലായി. കറക്റ്റ്
കറക്റ്റ് കളർ എനിക്ക് കിട്ടി അതിന്റെ ബോട്ടം. അങ്ങനെ ഒട്ട് കിട്ടാൻ ഇച്ചിരി കിട്ടാറില്ല. ഞാൻ 2 ഓർഡർ ചെയ്തായിരുന്നു, 1 തിരിച്ചു കൊടുത്തു. ഇത് കറക്റ്റ് കളറാ. കറക്റ്റ് ആണ്, എക്സാക്റ്റാ. ഓ ഇതും ഫുൾ റെഡാ അല്ലേടി? ഫുൾ റെഡാ. പാന്റായിരിക്കും. പാന്റാണത്, നോർമൽ പാന്റ്. അതിന് വലിയ വിലയൊന്നുമില്ല, ആമസോണിൽ നിന്ന് മേടിച്ചതാ. അതെ പാന്റ് അതിന്റെ കറക്റ്റ് കളർ ഏതാണ്ടാന്ന് തോന്നുന്നു. കറക്റ്റ് കളറാ കിട്ടി. ഇത് പാന്റായിട്ടാ അല്ലേ? അതെ 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 അതെ. സ്ലിറ്റ് ഇല്ലാന്ന് തോന്നണം അടിയില്. സ്ലിറ്റ് ഉണ്ടോന്ന് നോക്കിയേ, നോക്കട്ടെ. ഇല്ലെന്ന് തോന്നണം. സ്ലിറ്റ് ലൈനാ പോലും സ്ലിറ്റ് ഇല്ല. സ്ലിറ്റ് ഉണ്ടല്ലോ. എനിക്ക് കണ്ണു പിടിക്കൂലേ ഇപ്പതേ. സ്ലിറ്റാ. സ്ലിറ്റ് ഇല്ലാതെ പറ്റൂല പാന്റ്, അതാ ഞാൻ ചോദിച്ചത്. നോക്കട്ടെ കേട്ടോ. ഉണ്ട്, നല്ലതാ, കറക്റ്റ് കളറാ. പക്ഷേ അത് ഇനിയിപ്പോ ഷോളും കൂടെ, അതിന്റെ ഷോള് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഷോള് നിങ്ങൾ കണ്ടിട്ടില്ല. ഇത് ഏതീന്ന്? ആമസോൺ ആണോ? ആമസോണിൽ നിന്ന് മേടിച്ചു. റേറ്റ് പറഞ്ഞാരേ. റേറ്റ് ഞാൻ മെൻഷൻ ചെയ്യാം ഇതില്. അതില് കൊടുത്തിരിക്കുന്ന റേറ്റ് ആയിരിക്കില്ല. ഇതില് കൊടുത്തിരിക്കുന്ന 1949. അതില് ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ട് കേട്ടോ. കറക്റ്റ് റേറ്റ് എനിക്ക് തോന്നുന്നത് 400 എത്രയാണെന്ന് തോന്നുന്നത്. ഞാനിവിടെ മെൻഷൻ ചെയ്യാം. അത് മതി. എന്റെ വെച്ച് കാണിച്ചു തരാം, നോക്കിക്കോ. അതെ ഇതും കൂടെ വെച്ച് നോക്കി. കറക്റ്റ്. എന്ത് പെർഫെക്റ്റാ നോക്കിയേ. കിട്ടിയത് അത് അങ്ങനെ കിട്ടിയത് ഭയങ്കര അപൂർവം. നിനക്ക് അങ്ങനെ കിട്ടാറുണ്ട്. ഓറഞ്ച് പണ്ട് ടോപ്പുകൾ തയ്ച്ചപ്പോ കറക്റ്റ് അങ്ങനെ. ഓറഞ്ചിന് പക്ഷെ അത്ര കറക്റ്റ് അല്ല, റെഡിന്റെ അത്രയും കറക്റ്റായി കിട്ടിയില്ല. ഓറഞ്ചിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. പിന്നെ ഞാനത് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് എടുത്തതാ, വലിയ രീതിയിൽ തോന്നൂലാത്ത കാരണം. പക്ഷെ ശ്രദ്ധിക്കൂല. ഇത് പക്ഷെ കറക്റ്റാ. ഇതില് പക്ഷെ കറക്റ്റ് വേണം, അല്ലെങ്കിൽ ഇതിന്റെ മിസ്മാച്ച് ഭംഗി കുറവായിരിക്കും ചെയ്യും. പിന്നെ ബ്രൊക്കേഡിന്റെ ഭംഗി എടുത്ത് കാണിക്കില്ല. നീ റെഡ് ഷോളും കൂടെ വരുമ്പോ അടിപൊളിയായിരിക്കും. അത് ഇടുമ്പോ കാണിക്കാം. ഞാൻ അടുത്ത എടുക്കാം. അതിന് മുമ്പ് ഒരു കൂട്ടം കാണിച്ചു തരാം കേട്ടോ. ഞാൻ ലാസ്റ്റ് ഓണം പർച്ചേസിന് പോയി കഴിഞ്ഞപ്പോഴത്തേന് ഓർണയിലാണ് പോയത്, കോൺവെന്റ് ജംഗ്ഷനിലല്ല. അവിടെ പോയപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു, എൻ്റെ ഓർണമെന്റ്സ് കളക്ഷൻ കാണിച്ചപ്പോൾ എനിക്ക് മാറ്റ് ഫിനിഷുള്ള വള കിട്ടിയില്ലാത്തതാണ് ഇന്ന്. പക്ഷെ എനിക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടോ മാറ്റ് ഫിനിഷുള്ളത്. ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ആ വള. ഭയങ്കര സിമ്പിളാണ്, പക്ഷെ നല്ല രസമല്ലേ ഇത് കാണാനായിട്ട്. ഒരു പ്രത്യേക ഭംഗിയുണ്ട് അത് കയ്യിലിടുമ്പോഴേക്കും. അത് ഈ റെഡ് കളർ ഡ്രസ്സിന് സ്യൂട്ട് ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനത് എത്ര എണ്ണം വാങ്ങി? 24 എണ്ണം വാങ്ങിട്ടോ. 12 എണ്ണത്തിന് 48 രൂപയുള്ളൂ. അപ്പോൾ 24 എണ്ണത്തിന് 96 രൂപയല്ലേ ആയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാനത് വാങ്ങി വെച്ചു. ഇപ്പോൾ ഓണം സീസണിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫംഗ്ഷന് പോകുമ്പോഴാണെങ്കിലും ഇടാലോ. അവിടെ നിന്ന് തന്നെ നമ്മുടെ ഇളക്കത്താലിക്ക് യോജിച്ച ഒരു കമ്മലും ഞാൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇലക്കത്താലി നിങ്ങൾ ഓൾറെഡി കണ്ടല്ലോ. ഈ കമ്മലും നിങ്ങൾ സാരി ഉടുത്ത വീഡിയോയിൽ മേ ബി കണ്ടിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കൂടെ ഞാൻ വാങ്ങിച്ചായിരുന്നു, നിങ്ങളുടെ അടുത്ത് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതും കൂടെ ജസ്റ്റ് ഞാനൊന്ന് അപ്ഡേറ്റ് ചെയ്തതാണ്. ബില്ല് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ 2 എണ്ണത്തിനും കൂടി 192 രൂപയാണ് ആയത്. അഫോർഡബിൾ ആയിരുന്നു കേട്ടോ. ഇത് അമ്മ കണ്ടിട്ട് ഏകദേശം ഒരു ധാരണയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇല്ല, കിട്ടി 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 കിട്ടി. ഇത് പക്ഷെ ഏതിനു വേണ്ടിയാണിത്? മദ്രാസ് ചെക്കിന്റെ പാന്റിന് വേണ്ടി മേടിച്ചതാണ്. അത് ഷോർട്ട് കുർത്തിയാ, നീ ലെങ്ത് കുർത്തിയാ. അപ്പൊ പാന്റ് വരുമ്പോ നല്ല ഭംഗിയായിരിക്കും. മദ്രാസ് ചെക്ക്, മനസ്സിലായി. പക്ഷെ ഈ കുർത്തി വന്നിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല രസമുണ്ട്. മിന്ത്രയിന്ന് മേടിച്ചതാണ് കേട്ടോ അത്. എനിക്കതിന്റെ ആ ഒരു മോഡൽ, അതിന്റെ കൈയുടെ ആ ലേസ് ഒക്കെ കണ്ടോ? ഞാൻ പെട്ടെന്ന് ഈ ലേസ് കണ്ടപ്പോ ഓർത്തെ സിഗരറ്റ് പാന്റാന്നാ. അതാ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ആലോചിച്ചു. മദ്രാസ് ചെക്ക് എന്ന് പറയുമ്പോ എനിക്ക് മനസ്സിലായി പാന്റ് അല്ലാന്ന്. ഇത് ഈ ബീച്ച് കളറാണ് ശരിക്കും മദ്രാസ് ചെക്കിന്റെ കൂടെ ഏറ്റവും ഭംഗി, ചേർച്ചയൊക്കെ ഉള്ളത്. വൈറ്റും ഇടാം, പക്ഷെ ബീച്ച് കളറിന് മദ്രാസ് ചെക്കിന്റെ കൂടെ ഒരു പ്രത്യേക ഭംഗിയാണ്. ലൈനിങ് ഇല്ല, കഴുത്തിന് മാത്രം. അതൊരു ഇന്നർ ഇട്ടാ മതി, അപ്പൊ കുഴപ്പമില്ല. മതി, ഞാൻ നോക്കിയതാ. കഴുത്തിന്റെ അവിടെ ഉണ്ട്, ഈ ഭാഗത്തുണ്ട്. പക്ഷെ നല്ലൊരു അത് നീ ലെങ്ത് കുർത്തിയാട്ടോ. എനിക്ക് നീ ലെങ്ത് ആണ്. നല്ല ഭംഗിയുണ്ട്. അത് നല്ലതാ. വന്നു കഴിഞ്ഞാൽ പാറ്റേൺ നല്ലതാ. ഈ ഇത് നല്ലത്. ലേസ് കയ്യിലും, കയ്യില് ആ ലേസ് നല്ല ഭംഗിയുണ്ട്. നോക്കട്ടെ, കയ്യില് ലേസ് തന്നെ അടിയിലും വെച്ചേക്കണം. നല്ല രസമുണ്ട്. ടാസിൽസ് ഒക്കെ ഉണ്ട്. സാരിയുടെ വെക്കും പോലെ അല്ലേ? ഇത് എവിടെ, ഏത് ഏതീന്ന? മിന്ത്ര. മറ്റേത് ഏതീന്ന? പാന്റ് ആമസോൺ. അപ്പോൾ ലിങ്ക് അവൈലബിൾ ആയിട്ടുള്ളതെല്ലാം ഞാനിവിടെ ടാഗ് ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ പറഞ്ഞേട്ടോ ഇതിന്റെയൊക്കെ ഏതെങ്കിലുമൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ അതിൽ നിന്ന് നേരിട്ട് പർച്ചേസ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് ടാഗ് ചെയ്ത് കൊടുത്തേക്കണം ലിങ്കിൽ കേട്ടോ. വീഡിയോ തുടങ്ങി കുറച്ച് കഴിയുമ്പോഴേക്കും അതിന്റെ തൊട്ട് താഴെ ഉണ്ടല്ലോ ഇതിന്റെ സ്റ്റിക്കർ പോലെ വരും, അവിടെയാണ് ടാഗ് ചെയ്തിട്ടുണ്ടായിരിക്കുക. താല്പര്യം ഉണ്ടെങ്കിൽ യൂട്യൂബിൽ വാച്ച് ചെയ്യുന്നവർക്ക്
അങ്ങനെ മേടിക്കാവുന്നതാണ്. ഫേസ്ബുക്കിലാണ് കാണണമെങ്കിൽ ഞാൻ ലിങ്ക് ചോദിച്ചാൽ മതി, അയച്ചു തരാം കേട്ടോ. അപ്പൊ അതാണ് സംഭവം. അമ്മയ്ക്ക് ഇത് ഇഷ്ടമായോ? നല്ലതാ. ഇത് ഡെയിലി വെയറിനും വേണമെങ്കിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാം ഇല്ലേ? പക്ഷെ അത് മെറ്റീരിയൽ ഡെയിലി വെയറിനൊന്നും പറ്റൂല. ഇത് കുറച്ച് ഗ്ലിറ്റേഴ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് അതിന്റെ ഭംഗി കാത്തു സൂക്ഷിക്കണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇടണതാണ്. ഡെയിലി വെയറിന് ഇടാൻ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഡെയിലി വെയറിന് ഇടേണ്ട ആവശ്യമില്ല, ഇഷ്ടം പോലെ ഉണ്ട്. മദ്രാസ് ചെക്ക് പാന്റ് ഇടാനാ, അതൊന്നും കിട്ടാൻ ഞാൻ കൊതിയായിട്ടിരിക്കുക. ഈ എൻഡിൽ കിട്ടുക? കിട്ടും കിട്ടും. അപ്പൊ അതും കൂടെ കിട്ടിയിട്ടേ വീഡിയോ ഞാൻ പബ്ലിഷ് ചെയ്യൂ. അത് മതി, അതെന്തായാലും കിട്ടും. അപ്പൊ അതോട് ഒരുമിച്ച് അതുണ്ടായിരുന്നെങ്കിൽ നമുക്കിപ്പോ വെച്ച് കാണിക്കായിരുന്നു. അത് ശരിയാ, അടിയിലും കൂടെ വെച്ച് കഴിഞ്ഞാൽ അത് നല്ല മാച്ചാ അതിന്റെ കോമ്പിനേഷൻ, ഒരു കോൺട്രാസ്റ്റ് കോമ്പിനേഷൻ. മദ്രാസ് ചെക്ക് എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് ചിരി വരും. അപ്പൊ നമ്മുടെ ഡ്രസ് കളക്ഷൻ, ഓണം സ്പെഷ്യൽ ഡ്രസ് കളക്ഷൻ കാണിച്ചോണ്ടിരുന്നപ്പോ ഞാൻ പറഞ്ഞായിരുന്നു മദ്രാസ് ചെക്ക് കിട്ടിക്കഴിഞ്ഞ് അതും കൂടി ഇതിനകത്ത് ആഡ് ചെയ്യാന്ന് പറഞ്ഞിട്ടായിരുന്നു. അതെ, അപ്പൊ കിട്ടിയിട്ടുണ്ട്. ദേ അതിവിടെ ഇരിപ്പുണ്ട്, കാണിച്ചോ? എടുക്കട്ടെ എന്നാ? അതിന്റെ കൂടെ മാച്ച് ചെയ്യാൻ വേണ്ടിയാ ഞാനത് വെച്ചേക്കാം. മനസ്സിലായി. പാന്റ് എടുത്തിട്ട് പാന്റാണോ? അതെ അതെ അതെ. ഒത്തിരി പേര് പറഞ്ഞായിരുന്നു ടോപ്പ് തയ്ക്കാൻ. അപ്പൊ ഇവള് പറഞ്ഞു ഐവറി അങ്ങനെ ഏതിന്റെങ്കിലും മുകളിലോ അങ്ങനെയൊക്കെ വെച്ച് തയ്ച്ചാലായിരിക്കും കൂടുതൽ നല്ലത്. അപ്പൊ അവള് ഉദ്ദേശിച്ചത് ഇങ്ങനെ എടുക്കാനാന്ന് പറഞ്ഞത്. ഇത് ഒരു ബോട്ടം ഉണ്ടെങ്കിൽ പലതിന്റെയും കൂടെ എനിക്ക്. പിന്നെ എന്നാന്ന് വെച്ചാൽ എനിക്ക് ഒത്തിരി ഡാർക്ക് ആകുമ്പോൾ മുകളിലേക്ക് അങ്ങനെ ഡാർക്ക് പോലെ വന്നു കഴിഞ്ഞാൽ പിന്നെ അത്രയ്ക്കൊരു ഭംഗിയുണ്ടോ. അല്ലെങ്കിൽ പിന്നെ പകുതി ഇതും പകുതി ഇതുമായിട്ട് വെക്കണം അല്ലേ? പകുതി വേറെ മെറ്റീരിയലും പകുതി ഇതേ തയ്ച്ചു കിട്ടി ഇട്ട് കാണിക്കുമ്പോഴായിരിക്കും കൂടുതൽ ഭംഗിയത്. അതെ, ശരിക്കും ഷർട്ട് പാന്റാന്ന് തോന്നുന്നു. സ്ലിറ്റ് ഉണ്ടോ? സ്ലിറ്റ് ഇല്ലാന്ന് തോന്നുന്നു. എന്നെ പോലും ചേട്ടൻ സ്ലിറ്റ് വെക്കാൻ. അല്ല, സ്ലിറ്റിന്റെ അത് ഞാൻ പറഞ്ഞില്ലായിരുന്നു. സ്ലിറ്റ് ഇല്ല ഇതിന്. സ്ലിറ്റിന്റെ ആവശ്യമില്ല. ഞാൻ ഇട്ട് നോക്കിയായിരുന്നു അവിടെ വെച്ച്. എന്നാ പിന്നെ കുഴപ്പമില്ല. നല്ല കറക്റ്റ് സൈസാ അത്. പുള്ളിക്ക് അത് അറിയാം. ഇതാണ് നമ്മുടെ പാന്റ്. എനിക്ക് ഈ മെറ്റീരിയൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ അതിന്റെ കൂടെ ഒന്ന് വെച്ച് കാണിച്ചു നോക്കിയാ എടുക്കാം. അപ്പൊ നല്ല മാച്ചിങ്. അതായത് വൈറ്റിനേക്കാൾ കൂടുതൽ ബീച്ച് കളറാണ് ഇതിന് ചേർച്ചാട്ടോ. അതായത് ഓണത്തിന്റെ ബീച്ച് കളർ കാണിച്ചതാ അല്ലേ? ടോപ്പ് കാണിച്ചതാ. അതിന്റെ കൂടെ ഒന്ന് ജസ്റ്റ് വെച്ച് കാണിക്കാൻ ഞാൻ പറഞ്ഞതാ. ഞാൻ കാണിക്കാം, പറയാം. കണ്ടോ, നല്ല മാച്ചിങ് ആണ്. മാച്ചിങ് നല്ല രസമുണ്ട് ഇത്. നല്ല ഇട്ട് കാണാം. അതെ, ഇട്ട് കാണിക്കുമ്പോഴേ ഇച്ചിരൂടെ ഭംഗി. എല്ലാം ഇട്ട് കാണിക്കുന്ന ഈ വീഡിയോയിൽ ആഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു കേട്ടോ, പക്ഷെ അതിന് സാധിച്ചില്ല, സമയം കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഓരോ ദിവസങ്ങളായിട്ട് ഇനി ഇട്ട് കാണിക്കാവേ.